നടൻ സലിംകുമാർ അന്തരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് മാധ്യമങ്ങൾക്കാണ് എന്ന് പറയാം. പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾക്ക്. അവിടെ അവരെ ഒന്ന് സ്വസ്ഥമായി കരയാൻ പോലും സമ്മതിക്കാതെ ബഹളവും ഉന്തും തള്ളും ബഹളവും ഉണ്ടാക്കിയതിനെക്കുറിച്ച് പല താരങ്ങളും പ്രതികരിച്ചെങ്കിലും മഹേഷ് നായർ എന്ന മിനിസ്ക്രീൻ പ്രേക്ഷകരുടെയും ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട താരം പ്രതികരിച്ചതാണ് വികാരഭരിതമായി മാറിയത്. അദ്ദേഹത്തിന്റെ മരണവും മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയത്. ചേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന വിഷമത്തോടെ പലരും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം യഥാർത്ഥ വശമാണ് ഈ സംസാരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ സലിംകുമാർ യാത്രയായപ്പോൾ ഓൺലൈൻ മീഡിയ കാരണം സലിംകുമാറിൻ്റെ മകൻ്റെ വിഷമം നമ്മൾ കണ്ടിരുന്നു. ഞാൻ അത്രയും വലിയ അറിയപ്പെടുന്നൊരു നടനൊന്നുമല്ല എന്നെനിക്കറിയാം. പക്ഷേ മരണം എന്നെ പുൽകി മണിക്കൂർ തികയും മുൻപേ വൈദ്യുതി ശ്മശാനത്തിൽ എന്നെ ചാരമാക്കി മാറ്റണം. ഒരു റീത്തും എനിക്ക് വയ്ക്കരുത്. നിശ്ചലമായി കിടക്കുന്ന ശരീരം കണ്ട് എന്നെപ്പറ്റിയുള്ള ഓർമ്മകൾ ആർക്കും ഒരു രീതിയിലും അലോസരമോ സങ്കടമോ ഉണ്ടാക്കുകയും വേണ്ട. ബന്ധുക്കൾ പോലും ദിനങ്ങൾ കഴിഞ്ഞ് അറിഞ്ഞാൽ മതി. എല്ലാ പേരും ജീവനുള്ള എന്നെ ഓർത്താൽ മതി, എൻ്റെ മക്കൾ പോലും. ഇങ്ങനെയായിരുന്നു മഹേഷ് നായരുടെ വാക്കുകൾ. വളരെയധികം വികാരഭരിതമായി അദ്ദേഹം എഴുതിയതുപോലെ തോന്നുന്നു. എന്ത് സംഭവിച്ചു ചേട്ടാ ഇങ്ങനെ എഴുതാൻ വേണ്ടി? അതും വായിച്ചപ്പോൾ സങ്കടം തോന്നുന്നു. നിങ്ങൾ ഓക്കെ അല്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടും പലരും എത്തുന്നുണ്ട്. അദ്ദേഹം ഓക്കെ ആണ് എന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇത്തരത്തിലൊരു ആൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ആരെയും നമ്മൾ ദ്രോഹിക്കരുത് എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം എഴുതിയതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞതാണെന്നും പറയുന്നു. നടൻ സലിംകുമാറിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ പ്രതികരണവുമായി നടൻ മഹേഷ് നായർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. താൻ അത്ര അറിയപ്പെടുന്ന നടനല്ലെന്നും പക്ഷേ താൻ മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചാരമാക്കി മാറ്റണമെന്നും മഹേഷ് പറയുന്നുണ്ട്. നിശ്ചലമാക്കി കിടക്കുന്ന ശരീരം കണ്ട് തന്നെ പറ്റിയുള്ള ഓർമ്മകൾ ആർക്കും ഒരു രീതിയിലും അലോസരമോ സങ്കടമോ ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നാലെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ഉദ്ദേശിച്ചത് സിമ്പിളാണ്. ക്യാമറയും തൂക്കി ഒരു യൂട്യൂബർമാരും വരണ്ട, മനസമാധാനമായി കാര്യങ്ങൾ നടക്കണം എന്നാണ്. മഹേഷേട്ടനെ അറിയില്ലെന്നോ? ഞങ്ങൾ 90s കിഡ്സ് മറക്കില്ല നിങ്ങളെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് 4 വാക്ക് പറയാത്തവരാണ് മരിച്ചു കിടക്കുമ്പോൾ കീർത്തനങ്ങളുമായി വരുന്നത്. ഇങ്ങനെയുള്ളവരെയൊന്നും അടുപ്പിക്കാൻ പോലും പാടില്ല. ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചു വരുന്നത്. പലരും അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പലരും ഇദ്ദേഹം ഈ ഒരു കാര്യം ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരാണ് അവർ ആ സംസാരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി പറയുകയും ചെയ്യുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. ഓരോ തവണയും അവർ ആ വാക്കിനെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.